അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളൊരു ടാഗ് ലൈൻ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഒരു ദേവദൂതനെ പോലെ ഒരു നോട്ടീസ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. IBS ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നോട്ടീസായിരുന്നു അത്. ആ സമയത്ത് ഞാൻ എന്തിലേക്ക് പോകണം, കരിയർ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ കൂടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു നോട്ടീസും കൂടി കാണുന്നത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ബാങ്കിങ് ആണ് എൻ്റെ വഴി, ബാങ്കിങ്ങിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. അങ്ങനെയാണ് വരുന്നത്. പ്രിപ്പറേഷൻ ചെയ്തു. പക്ഷേ ആദ്യത്തെ 1-2 എക്സാം കിട്ടാതായപ്പോൾ വല്ലാതെ ഡെസ്പായിരുന്നു. പക്ഷേ ആ നിരാശയിൽ നിന്നും ഉള്ളോട്ട് പോകാതെ, പിന്തിരിഞ്ഞു പോകാതെ മുമ്പോട്ട് ഇനിയും ട്രൈ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് IBSലെ ഫാക്കൽറ്റി തന്നെയാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള SBIയിലാണ്. SBI ക്ലർക്കായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നു. എനിക്ക് അതിനുശേഷം എഴുതിയ എക്സാംസും എനിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. RRB ക്ലർക്ക്, RRB PO മുതലായ എക്സാംസും ഞാൻ ക്രാക്ക് ചെയ്തു. RRB POയുടെ ഇൻ്റർവ്യൂ എനിക്ക് വളരെ ഈസി ആയിട്ടാണ് തോന്നിയത്. കാരണം അത്ര നല്ല കോച്ചിങ് ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കിട്ടിയിരുന്നത്. അതിന് ഞാൻ എന്നും IBSലെ സ്റ്റാഫിനോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഇവിടെ നിന്ന് കിട്ടിയ GA ക്ലാസ്സുകൾ മറ്റേത് കോച്ചിങ് സെൻറ്ററിലും ഇത്രയധികം നല്ല രീതിയിൽ GA ക്ലാസ്സുകൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വയം പഠിച്ചോളാനാണ് പറയാറ്. പക്ഷേ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ എനിക്ക് ഇവിടുന്ന് ലഭ്യമായി. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എനിക്ക് ഇവിടുന്ന് കിട്ടി. വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊരു ടാഗ് ലൈൻ മാറി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എംപ്ലോയി, അത് ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു എംപ്ലോയി എന്ന് പറയാൻ എനിക്ക് സാധിച്ചത് IBSൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. താങ്ക് യു IBS.